ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒന്ന് ഓർക്കുക ഗൈസ്. നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. എവിടെ എവിടെ ഒട്ടകമെന്നും അറബി നാട്ടിലേക്ക് പോയത് വെറുതെ എന്നും അയാളുടെ കാലം കഴിഞ്ഞെന്നും പറഞ്ഞ മാരെയൊക്കെ വിളിക്കേ. യെസ്, അണ്ണൻ തിരുമ്പ് വന്നിട്ട് ഇത് ചൊല്ല്. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരവേ എന്ന രീതിയിലായിരുന്നു അണ്ണന്റെ വരവ്. നമുക്ക് മത്സരത്തിലേക്ക് അങ്ങ് പോയിക്കാം. ആദ്യം ഇങ്ങനെ അൽനസർ വേഴ്സസ് ദമാക്ക് മത്സരം അങ്ങ് തുടങ്ങി. പിന്നെ ഇങ്ങനെ മത്സരം ഇങ്ങനെ പുരോഗമിക്കുക. 32-ാം മിനിറ്റിൽ ആദ്യത്തെ വെടി പൊട്ടുന്നു. അതേ, നമ്മുടെ സ്വന്തം കിങ്സ്ലി കോമൻ അണ്ണന് വേണ്ടി ഒരു വെടി അങ്ങ് പൊട്ടിച്ചു. അതിനുശേഷം മത്സരം ഇങ്ങനെ മുന്നോട്ട് പോയി. ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ബ്ലാ 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 അങ്ങനെ പോയി. പിന്നീട് അവർ ആ ഒരു പാട്ട് പാടി തുടങ്ങി. അൽ നസർ ആരാളെ കുതിരയെ കെട്ടുവാൻ, ആ രീതിയിൽ. പിന്നീട് 51-ാം മിനിറ്റ് 51-ാം മിനിറ്റിലായിരുന്നു അത്. കിങ്സ്ലി കോമൻ അല്ല, സോറി, സാദിയ മാനെയായിരുന്നു പോലെ. 51-ാം മിനിറ്റിൽ കിങ്സ്ലി കോമന്റെ ഒരു ഗോളും കൂടെ വന്നു. പിന്നീട് അതിനുശേഷം നമ്മുടെ മറ്റേ ലവൻ സാല, അവന്റെ ഒരു ഗോളും കൂടെ വന്നു ദമാക്കിനുണ്ട്. അങ്ങനെ 2-1 ഇങ്ങനെ പോവുകയെ. അങ്ങനെ 64-ാം മിനിറ്റിൽ വെടിപൊട്ടിച്ചു. ഒരു കിഡിലം ഫ്രീ കിക്കിലൂടെ 64-ാം മിനിറ്റിൽ ഒരു ഗോൾ വന്നു. അങ്ങനെ 3-1 എന്ന രീതിയിലേക്ക് എത്തി. തുടർന്ന് 80-ാം മിനിറ്റിൽ ഒരു ഗോളും കൂടെ അടിച്ച് അണ്ണൻ ബ്രേസ് പൂർത്തിയാക്കി 2 ഗോൾ അടിച്ച് ആ കിരീടത്തിൽ ഒരു ഒപ്പങ്ങ് പതിപ്പിച്ചു. അല്ലെങ്കിൽ 4-1 എന്ന രീതിയിലേക്ക് അത് മാറി. വെറും 7 വർഷമായി അൽ നസർ കപ്പ് നേടിയിട്ട്. അണ്ണൻ വന്നതിന് ശേഷം ഇത് ആദ്യത്തെ കപ്പാണ്. 14 ഫൈനലുകൾ കൈവിട്ടു എന്ന് പറഞ്ഞവന്മാരൊക്കെ ഇനി വരാൻ പറ. അതാണ് അണ്ണന്റെ റേഞ്ച്. പോർച്ചുഗൽ പറങ്കികളുടെ പാരമ്പര്യം, ലോകം കീഴടക്കിയുള്ള പറങ്കികളുടെ DNA ആണ് ആ ശരീരത്തോട് ഓടുന്നതെന്ന് അവരൊക്കെ ഒന്ന് മറന്നുപോയി കാണണം. ഒരു മൂന്നാംകര ക്ലബായി നിന്നിരുന്ന അൽ നസറിനെ ഒരു ബ്രാൻഡായി വളർത്തിയത് ആ മനുഷ്യൻ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റു വീഡിയോ വരുന്നതുവരെ ഞാൻ ഈ റോസ്റ്റിംഗ് ടൈപ്പ് വിട്ടിട്ട് ഒരു കമന്ററി മോഡൽ പരീക്ഷിച്ചാലോ എന്ന് ആലോചിക്കുക. എന്താണ് അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യണേ.